ഹലോ, ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പെപ്പറിലേക്ക് സ്വാഗതം. ഇന്ന് ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പെപ്പറിൻ്റെ രുചി തേടി എത്തിയിരിക്കുന്നത് ഒരുപാട് ദൂരമൊന്നും സഞ്ചരിക്കേണ്ടി വന്നില്ല. തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ്. തിരുവനന്തപുരം നഗരവാസികൾക്ക് ഏതാ സ്ഥലമെന്ന് ഇപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഇതേന്ന് നോക്കിക്കോളൂ. ഇപ്പോൾ ഒരു ചെറിയ അതായത് ഗണപതി ക്ഷേത്രത്തിൻ്റെ ഒരു പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും ഏതാ സ്ഥലമെന്ന്. അതായത് തിരുവനന്തപുരം ജില്ലയ്ക്ക് പുറത്തുള്ളവർക്ക് പഴവങ്ങാടിയിലാണ് ഞാൻ നിൽക്കുന്നത്. പഴവങ്ങാടി ക്ഷേത്രത്തിൻ്റെ മുന്നിലായിട്ടും അല്ലെങ്കിൽ ചരിത്രമുറങ്ങുന്ന ഒരു ഇടമെന്ന് പറയാം. അതായത് ചരിത്ര പ്രാധാന്യമുള്ള കിഴക്കേക്കോട്ടയുടെ ഒരു വാതിലാണ് ഈ കാണുന്നത്. അതിൻ്റെ ഒരു ഗോപുരമാണ് ഈ കാണുന്നത്. 1050കളിൽ നിർമ്മിച്ച ഒരു നിർമ്മിതി കൂടെയാണ്. അതിൻ്റെ മുന്നിലാണ് ഞാൻ ഈ നിൽക്കുന്നത്. അപ്പോൾ ഇതിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, പഴവങ്ങാടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് നമ്മുടെ ഗാന്ധി പാർക്ക്. ഇന്നത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ ചർച്ചകളെല്ലാം അരങ്ങേറുന്ന വലിയ മൈതാനമാണ് ഗാന്ധി പാർക്ക്. അതോടൊപ്പം തന്നെ നമ്മുടെ നഗരത്തിലേക്കുള്ള ബസ്സുകളുടെ, സിറ്റി ബസ്സുകളുടെ ഉറവിടമായ കിഴക്കേക്കോട്ട ബസ് സ്റ്റാൻഡാണ് തൊട്ടപ്പുറത്തായി കാണുന്നത്. പിന്നെ ഇവിടുന്ന് കുറച്ചപ്പുറത്തേക്ക് നോക്കിയാൽ നമ്മുടെ ലോകപ്രശസ്തമായ അല്ലെങ്കിൽ ഈ ദൈവങ്ങളിൽ ഏറ്റവും ധനികരായ ശ്രീ പത്മനാഭസ്വാമി കുടികൊള്ളുന്ന പത്മനാഭസ്വാമി ക്ഷേത്രവും തൊട്ടടുത്താണ്. അങ്ങനെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് നിൽക്കുന്നത്. പിന്നെ ഒരുപാട് പേര് സഞ്ചരിച്ച് തിരുവനന്തപുരം നഗരത്തിലേക്ക് എത്തുന്ന രണ്ട് പ്രധാന സ്ഥലങ്ങളാണ്. ഒന്ന് തമ്പാനൂരും ഒന്ന് കിഴക്കേക്കോട്ടയും. ഇപ്പോൾ കിഴക്കേക്കോട്ടയിലേക്ക് ഒരുപാട് പേര് ഇങ്ങനെ സഞ്ചരിച്ചെത്തുമ്പോൾ നമുക്കറിയാം, ഇവിടേക്ക് എത്തുമ്പോൾ അന്ന് യാത്രാക്ഷീണം കൊണ്ടൊന്ന് വിശക്കുന്നേക്കുന്നൊരു സമയമാണ്. ഭക്ഷണത്തെക്കുറിച്ച് ചിന്തിക്കുന്നവർക്ക് അല്ലെങ്കിൽ അമ്പലത്തിൽ വരുന്നവർക്ക് പോലും ഒരു ബ്രേക്ക്ഫാസ്റ്റിനെ കുറിച്ചൊക്കെ ചിന്തിക്കുന്ന ഒരു ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒരിടമാണ് ഇന്നത്തെ ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പെപ്പറിൽ പരിചയപ്പെടുത്തുന്നത്. അങ്ങോട്ടേക്കാണ് ഇന്നത്തെ എൻ്റെ ഈ യാത്ര. ഹലോ പ്രദീപ്, സോൾട്ട് ആൻഡ് പെപ്പർ രണ്ടുപേരുണ്ടല്ലേ? ഇതാണ് നമ്മുടെ അമ്മാസിന്റെ അച്ചാസ് എന്ന് വേണമെങ്കിൽ പറയാം. അമ്മാസിന്റെ ഓണേഴ്സ് അല്ലേ? അനിയും മഹേഷും. യെസ്. ഇത് എത്ര കാലമായി ഇത് തുടങ്ങിയിട്ട്? നമ്മളിപ്പോ തുടങ്ങിയിട്ട് ഒരു 6 മാസത്തിനകത്ത്. 6 മാസത്തിനകത്ത്. എങ്ങനെയാണ് ഇത്രയും ഈ സിറ്റിയിലെ ഇത്രയും വലിയ ഒരു സെന്ററിൽ നിങ്ങൾ ഈ സ്ഥലം ഇടം കണ്ടെത്തിയത്? നമ്മൾ ഏകദേശം 2 വർഷം കൊണ്ട് ഈ സിറ്റിയിൽ നമ്മൾ ഈ ഭാഗത്തൊരു കട നോക്കി നടക്കുകയായിരുന്നു. ഒരു കട നോക്കി കിടക്കുകയാണ്. പക്ഷെ കിട്ടിയില്ല. അങ്ങനെയാണ് ഇപ്പൊ ഇത് കിട്ടിയതും. നമ്മൾ ഉടനെ പെട്ടെന്ന് ചെയ്തതാണ്. ഇതിനിടയ്ക്ക് ഈ അമ്മാസ് തിരുവനന്തപുരം സിറ്റിയിൽ വളരെ ഫേമസ് ആവുകയും ചെയ്തു. നമുക്ക് വേറൊരു ഷോപ്പ് കൂടെ ഉണ്ട്. എവിടെയാണത്? കാട്ടാക്കട പ്ലാവൂർ എന്ന് പറഞ്ഞ. കാട്ടാക്കട പ്ലാവൂർ. അപ്പൊ നിങ്ങൾ രുചിയുമായിട്ട് ബന്ധമുള്ളവരാണ്. അപ്പൊ നിങ്ങൾക്ക് ഫോളോവേഴ്സ് ഉണ്ട്. നമ്മളൊക്കെ ഒരുപാട് കാലം കൊണ്ട് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു കടയാണ് പ്ലാവൂർ. കാട്ടാക്കട വന്ന് ആരോട് ചോദിച്ചാലും പറഞ്ഞു തരും അമ്മാസ് റെസ്റ്റോറന്റ്, അമ്മാസ് കഫേ എങ്ങനെയാണ്. ഓ, കാട്ടാക്കട അമ്മാസ് ഞാൻ കേട്ടിട്ടുണ്ട്. അത് തന്നെയാണത്. അത് തന്നെ. പൊളിച്ച്. അത് ഗംഭീരം. എനിക്കറിയാം കേട്ടോ. നിങ്ങളെ ഞാൻ ആദ്യമായിട്ടാണ് കാണണമെങ്കിലും എനിക്ക് കാട്ടാക്കട അമ്മാസ് ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മളൊന്നുമില്ലെങ്കിൽ ഈ ഭക്ഷണത്തിന്റെ കാര്യമൊക്കെ ആയിട്ട് നടക്കുന്ന ആൾക്കാരല്ലേ, നമ്മളറിയും. ചിക്കൻ ഫ്രൈ എന്ന് പറഞ്ഞാൽ അത്ര ഫേമസ്. അതെ അതെ അതെ, ചിക്കൻ ഫ്രൈയിലാണ് അമ്മാസ് വളരെ ഫേമസ്. പിന്നെ ഇവിടെ എന്തൊക്കെയാണ് നമ്മള് തിരുവനന്തപുരം സിറ്റിക്കകത്ത് ഞെട്ടിക്കാൻ പോണത്? സുന്ദരിപ്പുട്ട്, ചിക്കൻ അനാർക്കലി. സുന്ദരിപ്പുട്ടും ചിക്കൻ അനാർക്കലിയും. നിങ്ങൾ വിഷമിക്കേണ്ട, അത് രണ്ടും ഇത് നമുക്ക് ഫ്രൈമിൽ കൊണ്ടുവരാൻ കേട്ടോ. പിന്നെ വന്നിട്ട് നമ്മളെ ഊണ് വന്നിട്ട് സദ്യക്ക് വെക്കും പോലത്തെ ഊണാണ്. വീട്ടിൽ കഴിച്ച പോലെ ഒരു ഫീൽ ആയിരിക്കും അല്ലേ? എല്ലാം നാടൻ രീതിയിലുള്ള സാധനങ്ങളാണ് മൊത്തം. ശരി. അപ്പൊ വയറിനെ നമ്മള് ഈ നഗരത്തിലൊക്കെ വരുമ്പോ വയറിനെ കുറിച്ച് കുറച്ചുകൂടെ കെയർ ചെയ്യണമെങ്കിൽ ഇതൊന്ന് കേട്ട് വെച്ചോളൂ. ഊണിന് അത്രയും നല്ല ഒരു റിസൾട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഇതിപ്പോ തൊട്ട് ഈ പഴവങ്ങാടി ക്ഷേത്രത്തിന്റെ തൊട്ട് അടുത്തുമാണ്. അപ്പോ സ്വാഭാവികമായിട്ട് രാവിലെയൊക്കെ വരുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ വെജിറ്റേറിയൻ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇവിടെ. എന്തൊക്കെയാ ഉള്ളത്? പൂരി, ഇഡ്ഡലി, ദോശ, മസാല ദോശ, നെയ് റോസ്റ്റ്. ഒരു പോറ്റി ഹോട്ടലിൽ നോർത്ത് ഇന്ത്യൻ വന്നു കഴിഞ്ഞാൽ പിന്നെ പനീറുണ്ട്, മഷ്റൂം ഉണ്ട്, പാലക്ക്, അങ്ങനെയുള്ള എല്ലാ ഐറ്റവും ഉണ്ട്. ശരിയാണ്. നമ്മുടെ വെജിറ്റേറിയൻസ്, നോർത്ത് ഇന്ത്യൻ വെജിറ്റേറിയൻസ് എന്ന് പറയുമ്പോൾ അവർക്ക് പനീർ ഇല്ലാണ്ട് ഒരു ഡിഷ് ഇല്ല. നമ്മളന്ന് ഹൈദരാബാദ് പോയപ്പോ അറിഞ്ഞതാണ് ഈ കഥ. പാലക്ക്. അപ്പൊ അതുകൊണ്ട് ഇത് ശരിക്കും ഭക്ഷണത്തിന്റെ കലവറ. എന്തൊക്കെയാണ് ഫെസിലിറ്റി? ചൂടുകാലത്ത് ഒത്തിരി AC ഒക്കെ ഉണ്ടോ? AC ഉണ്ട്. AC ഉണ്ട്, നോൺ AC ഉണ്ട് അല്ലേ? അപ്പോ ഗംഭീരമായ ഒരു സ്ഥലത്ത് തന്നെയാണ് എത്തിയത്. അത് ഏറ്റവും എനിക്ക് ഇവരുടെ ഒരു ഭാഗ്യമാണോ അത് നമ്മുടെ ഭാഗ്യമാണോ എന്ന് അറിയത്തില്ല. ഇത് ഈ സ്പോട്ടിൽ വരുന്നത് നമ്മള് ബസ് സ്റ്റാൻഡിനോട് തൊട്ട് ചേർന്നിട്ടാണ് ഈ സ്ഥാപനം അല്ലെങ്കിൽ നമ്മുടെ ഈ അമ്മാസ് പ്രവർത്തിക്കുന്നത്. ഈ ഒരു വെയിലത്തൊക്കെ ഒന്ന് ദാഹം തീർക്കാനും അല്ലെ, നല്ല ജ്യൂസുകളുണ്ട്.
എല്ലാം ഉണ്ട്. ഏത് രീതിയിലോട്ടും ഒന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാല് ഒന്നാമത്തെ കാര്യം ഈ ഫോർട്ടിൽ ഇറങ്ങിയാൽ പിന്നെ നമുക്ക് സ്വന്തം കാറുമായിട്ട് വരുന്നവർക്ക് പോലും കാറൊന്നും ഉപയോഗിക്കാൻ പറ്റാത്തൊരു സ്ഥലമാണ്. പിന്നെ അത് നടന്നൊക്കെ വേണം പോവാ, അല്ലെങ്കിൽ ഓട്ടോ പിടിച്ചൊക്കെ പോകണം. പാർക്കിംഗും കൊടുക്കും. ഇവിടെ പാർക്കിംഗ് ഉണ്ടോ? പാർക്കിംഗ് ഈ സ്ഥലത്ത് പാർക്കിംഗും കൊടുക്കും. പൊളിച്ച് ഒന്നും പറയാനില്ല കേട്ടോ. ഇത് ഭക്ഷണം തേടി വരുന്നവരെ സംബന്ധിച്ച് ഒരു അനുഗ്രഹീത സ്ഥലത്ത് തന്നെയാണ് ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പെപ്പർ എത്തിയത്. ഇതൊരു പരിചയപ്പെടുത്തലും കൂടെയാണ് കേട്ടോ, നിങ്ങളെ ഫുഡീസിന് വേണ്ടിയിട്ടുള്ള ഒരു പരിചയപ്പെടുത്തലും കൂടെയാണ്. അപ്പോഴേ എനിക്ക് ആ പേര് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ചിക്കൻ അനാർക്കലിയും സുന്ദരി പുട്ടും അല്ലേ? അതിനൊരു കൗതുകമുണ്ട്. ഞങ്ങൾക്ക് ഇന്ന് അത് തന്നെ നിങ്ങളുടെ ഒരു ട്രേഡ് സീക്രട്ട് ആണ്, നമ്മളത് പൊളിച്ചോട്ടെ. അപ്പൊ ശരി, നിങ്ങളുടെ ഈ ഒരു നല്ല സംരംഭത്തിന് 6 മാസമായെങ്കിൽ നിങ്ങൾ ഇനി 60 വർഷം ഈ സിറ്റിയിൽ രുചി കൊണ്ട് 60 അതിൽ കൂടുതൽ മേളിലും വർഷം ഇങ്ങനെ തുടർന്ന് തന്നെ പോട്ടെ. നിങ്ങളുടെ രുചിയുടെ മണം ഈ സിറ്റിയാകെ വ്യാപിക്കട്ടെ എന്ന് മാത്രമേ ആദ്യമേ പറയാനുള്ളൂ. അപ്പൊ ഇവിടുത്തെ ഷെഫ്, എത്ര ഷെഫ് ഉണ്ട് ഇവിടെ? ഇവിടെ 2 ഷെഫ് ഉണ്ട്. ഇപ്പൊ ഈവനിങ് വന്നിട്ട് മുഹമ്മദ് ഷഫീർ ആണ് ഇപ്പൊ നമ്മളെ അനാർക്കലിയൊക്കെ ചെയ്യുന്നത്. അടുത്ത ഷെഫിന്റെ പേര് പ്രഭാകരൻ, സദ്യ ചെയ്യുന്ന ആൾ. ഓ അടിപൊളി. നമുക്ക് കാറ്ററിംഗ് ഉണ്ട്, സദ്യ, കല്യാണം എല്ലാം നമ്മൾ ചെയ്ത് കൊണ്ടുകൊടുക്കും. അപ്പൊ ശരി, ഞാൻ നമ്മുടെ ഷെഫിനെ തപ്പിന്ന് പോട്ടെ. ശരി, ആ സമയം കൊണ്ട് നിങ്ങൾ ഇവിടുത്തെ ഒരു സെറ്റപ്പ് ഒക്കെ ഒന്ന് കണ്ടു വന്നോളൂ. അപ്പൊ നമ്മുടെ പ്രധാന സംഭവ വിശേഷത്തിലേക്ക് കിടക്കാം. ഇന്ന് നമ്മുടെ അമ്മാസിലെ അല്ലേ, അമ്മാസ് എന്ന പേര് കേൾക്കുമ്പോഴേ നമുക്ക് ഭക്ഷണം അല്ലെങ്കിൽ അല്ലേ അമ്മ വാരി തരുന്ന ഭക്ഷണമാണല്ലോ നമ്മുടെ ആരോഗ്യം. അപ്പൊ ഇവിടെ ഇതാണ് നമ്മുടെ അമ്മാസിന്റെ ഷെഫ്. നോർത്ത് ഇന്ത്യക്കാരനാണ്, പക്ഷെ എന്നെക്കാളും കിടിലായിട്ട് മലയാളം പറയും. പേരെങ്ങനെയാണ് ബൈ? മുഹമ്മദ് ജാഫീർ. മുഹമ്മദ് ജാഫീർ. നമ്മളിന്ന് എന്താ ഉണ്ടാക്കണേ? ചിക്കൻ അനാർക്കലി. അടിപൊളി, ചിക്കൻ അനാർക്കലി. ഈ ഹിന്ദി സിനിമയിലൊക്കെ കേൾക്കുന്ന ഒരു പേരല്ലേ? പുള്ളി ഒരു നോർത്ത് ഇന്ത്യൻ കൂടെ ആയതുകൊണ്ട് ഇത് ജാഫീർ കണ്ടെത്തിയതാണോ? ഇത് ജാഫീറിന്റെ കണ്ടത്തിലാണ്. ജാർഖണ്ഡിന്റെ ഒരു ഇതൊരു ജാർഖണ്ഡ് ഡിഷാണ് ചിക്കൻ അനാർക്കലി. അപ്പോ എങ്ങനെയാണ് ചിക്കൻ അനാർക്കലി ഉണ്ടാക്കാൻ എന്തൊക്കെ വേണമെന്ന് ഇപ്പൊ പറഞ്ഞുതരാം. സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചോളൂ. നമുക്ക് എന്താ ഇൻഗ്രീഡിയൻസ് വേണ്ടത്? ജിഞ്ചർ, ഗാർലിക്, ടൊമാറ്റോ, ചില്ലി, ഓണിയൻ, കസ്തൂരി മേത്തി, ചില്ലി പൗഡർ, ബ്ലാക്ക് പേപ്പർ, സാൾട്ട്, ഗരം മസാല, മഞ്ഞപ്പൊടി, ഓയിൽ, ചിക്കൻ. പിന്നെ ചിക്കന് എത്ര ഗ്രാം ഉണ്ട് വേണം? ചിക്കൻ മാക്സിമം 300 ഗ്രാം. ഒരു 300 ഗ്രാം ചിക്കനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആ ചിക്കൻ അനാർക്കലി കേട്ടപ്പോൾ തന്നെ ഭയങ്കര രസമായിട്ടുണ്ടല്ലേ? അത് ഉണ്ടാക്കി വെച്ചിട്ട് അതിൻ്റെ ചുറ്റും നിന്ന് ഡാൻസ് ചെയ്യാനാണ് എനിക്ക് തോന്നണേ. അപ്പൊ നമുക്ക് തുടങ്ങാം. ഓക്കെ. അപ്പോൾ ആദ്യം ഓയിൽ. ഇത് എന്ത് ഓയിലാണ്? പാം ഓയിൽ. ഓക്കെ. ഈ പ്രൊഫഷണൽ ഷെഫുകൾ അല്ലെങ്കിൽ നമ്മുടെ ഈ നോർത്ത് ഇന്ത്യൻ സ്വദേശികളായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട ഈ ഷെഫുകൾ, ഇവരെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം ഈ തവിയാണ്. ഇത് വെച്ചിട്ട് ഫുൾ സാധനം ഇത് വെച്ച് അങ്ങ് എടുക്കും. ഇന്ന് കണക്ക് പറഞ്ഞതിൻ്റെ ഉപ്പാട് വരും തോന്നുന്നു. സെക്കൻഡ് ഓണിയൻ. ഓക്കെ. ഓണിയൻ ഒരു 2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വെളുത്തുള്ളി ചോപ്പ് ചെയ്ത് വെച്ചത്, ഇഞ്ചി ചോപ്പ് ചെയ്ത് വെച്ചത്, ജിഞ്ചർ ഗാർലിക്, ഒപ്പം നമ്മുടെ ഗ്രീൻ ചില്ലി നല്ല ഇങ്ങനെ ചരിച്ച് കട്ട് ചെയ്തത്. ചിക്കൻ അനാർക്കലിയുടെ ആദ്യത്തെ സ്റ്റെപ്പ് ഇങ്ങനെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് സോപ്പായി വരട്ടെ. കസ്തൂരി മേത്തി. ഓക്കെ, കസ്തൂരി മേത്തി അതും ചേർത്തു. അടുത്തത് ടൊമാറ്റോ ചോപ്പ് ചെയ്ത് ഒരു സ്പൂൺ. അപ്പോൾ നമ്മളിന്ന് ഈ നിൽക്കുന്ന സ്ഥലത്തിന് വളരെ പ്രത്യേകത നമ്മൾ കണ്ടു കഴിഞ്ഞു. നമ്മുടെ പഴവങ്ങാടിയിലാണ് നമ്മൾ നിൽക്കുന്നത്. ലോകപ്രശസ്തമായ ഗണപതി ക്ഷേത്രം എന്ന് പറയാം തിരുവനന്തപുരത്തെ. ഗണപതി ഭക്തിഗാനം നോക്കിയാലും പഴവങ്ങാടി ഗണപതിയുടെ മനോഹരമായൊരു ഭക്തിഗാനം കൂട്ടത്തിലുണ്ടാവും. അപ്പോൾ ഇത് ഒരു മികച്ച ഒരു വലിയൊരു പിൽഗ്രിം സെന്റർ കൂടെയാണ്. അത് മാത്രമല്ല തിരുവനന്തപുരം സിറ്റിയുടെ ഒരു ഹൃദയഭാഗം എന്ന് പറയാൻ പറ്റത്തില്ല, എന്നാൽ ഹൃദയത്തിനോട് ചേർന്ന് കിടക്കുന്ന വളരെ തിരക്കേറിയ ഒരു ഭാഗമാണ് ഈ സ്പോട്ട് എന്ന് പറയുന്നത്. ഗാന്ധി പാർക്കും പഴവങ്ങാടി ക്ഷേത്രവും പിന്നെ ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള തിയേറ്ററുകൾ കൊണ്ടും പിന്നെ ചാല മാർക്കറ്റ് കൊണ്ടും പിന്നെ ശ്രീ പത്മനാഭസ്വാമിയുടെ അദ്ദേഹം പള്ളി കൊള്ളുന്ന ക്ഷേത്രവും ഇതിൻ്റെയൊക്കെ ഒരു സെൻറ്ററിലാണ് നമ്മൾ നിൽക്കുന്നത്, നമ്മുടെ ഈ അമ്മാസ് ഹോട്ടൽ എന്ന് പറയുന്നത്. അപ്പോൾ നല്ല തിരക്കുണ്ട് കേട്ടോ. ഒരു തിരക്കുള്ള സ്ഥലത്താണ്. അതിൻ്റെതായ കുറേ ശബ്ദ കോലാഹലങ്ങളൊക്കെ ഈ എപ്പിസോഡിൽ വന്നേക്കാം, ക്ഷമിക്കൂ സമയം. അപ്പോൾ അടുത്ത് ചിക്കൻ ഡയറക്റ്റായിട്ട്, കാരണം ഇത്രയും ചേർന്ന് കഴിഞ്ഞപ്പോഴേക്കും ഒന്ന് സോർട്ടായി കഴിഞ്ഞപ്പോഴേക്കും ചിക്കൻ ഇട്ടു. ഇത് മറ്റേ നിറം മാറ്റമൊന്നും വന്നിട്ടില്ല, ഒന്ന് ജസ്റ്റ് ആ ഒറിജിനാലിറ്റി കീപ്പ് ചെയ്തുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു കുക്കിംഗ്.
നമ്മളാണ് കൂടുതലിട്ട് ഈ കരിക്കുകയും വറുക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഇവരൊക്കെ ആ ഒരു കാര്യത്തിൽ ഭയങ്കര എന്താണ് ഈ അതിൻ്റെ ഔഷധ ഗുണം ചോർന്നു പോകാതെ സൂക്ഷിക്കുന്ന ആൾക്കാരാണ്. അതിൻ്റെ ഒരു മണം ഇങ്ങനെ വരുന്നുണ്ട്. ഇത്രയൊക്കെ സംഭവം ഇട്ടപ്പോൾ തന്നെയും ഒരു ചില്ലി ചിക്കൻ്റെ മണം ഇങ്ങനെ വരുന്നു. എടുത്ത് തിന്നാൻ തോന്നുന്നു. ഓക്കെ, ഉപ്പ് ചേർക്കണം കുറച്ച് ആവശ്യത്തിന്. നമ്മുടെ മഞ്ഞൾപ്പൊടി എടുത്തു, അതും ഉപ്പിട്ടതുപോലെ ഒരു നുള്ളു വിതറി. അഗെയിൻ മുളക് പൊടി, ചില്ലി പൗഡർ, കാശ്മീരി ചില്ലി പൗഡർ അല്ലേ, പിന്നെ പെപ്പറും എല്ലാം ഇങ്ങനെ ഒരു നുള്ളെന്ന് പറയാം. നുള്ളെന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മൾ ക്ലാസ്സിലൊക്കെ പണ്ട് കണക്ക് സാറൊക്കെ തരുന്ന സാധനം അതുപോലെ ഇതൊന്ന് നുള്ളിയെടുക്കാം. പിന്നെ ഗരം മസാലയും ഒരു നുള്ള ചേർത്തിട്ടുണ്ട്. അടുത്ത് നമ്മൾ തൊണ്ടൻ മുളക് എന്ന് പച്ച മലയാളത്തിൽ പറയും. ഇത് നിങ്ങളെന്താ പറയാ? ഈ സാധനം ഇല്ല, ഈ സാധനം ഇല്ല. ജാർഖണ്ഡിൽ ഈ മുളകില്ല. പുള്ളിക്കാരൻ ഇവിടെ വന്നിട്ടാണ് നമ്മുടെ ഈ മുളക് കാണുന്നത്. അത് വലിയൊരു കൗതുകമാണ് അല്ലേ? നമ്മൾ മലയാളികളുടെ ഏറ്റവും, നമ്മൾ രസം വെച്ച് കഴിഞ്ഞാലും സാമ്പാർ വെച്ച് കഴിഞ്ഞാലും ഒക്കെ ഈ തൊണ്ടൻമുളക്, അവിയലിൻ്റെ കൂടെ വരെ ഈ തൊണ്ടൻ മുളക് ഇറങ്ങാറുണ്ട്. പക്ഷെ എനിക്ക് ആദ്യമായിട്ട് കേൾക്കാം ഇവർക്കൊന്നും ഇത് അറിഞ്ഞൂടാന്നുള്ളത്. പിന്നെ ഒരു തക്കാളിയെ 4ആയിട്ട് കട്ട് ചെയ്തതിൽ അതിൻ്റെ 2 പീസ് കൂടെ അതിലോട്ട് ചേർക്കും. ഇനി കുറച്ച് വെള്ളം ചേർക്കുകയാണ്. അപ്പോൾ ഇനി എത്ര സമയം വേണം? ഇത് 5 മിനിറ്റ്. ഇനി ഒരു 5 മിനിറ്റ് കൂടെ ഇതൊന്ന് കുക്ക് ചെയ്ത് വരണം. ഇത് വളരെ സിമ്പിളാണ് കേട്ടോ. ഇതിൻ്റെ ഒരു ഭയങ്കര ഈ കുറുകി വരുന്ന ഒരു ഡിഷല്ലാന്ന് തോന്നുന്നു. ഇത് കുറച്ചുകൂടെ എന്താണ് ലൂസായിട്ടുള്ള ഒരു ഗ്രേവിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതൊന്ന് ഒരു 5 മിനിറ്റ് കൂടെ ആകുമ്പോൾ എന്തായിരിക്കും അതിൻ്റെ അവസ്ഥയെന്ന് നോക്കട്ടെ. ചിക്കൻ അനാർക്കലി. ഈ അനാർ എന്ന് പറഞ്ഞാൽ മാതളമാണെന്നറിയാം. അപ്പോൾ അനാർക്കലി എന്ന് പറയുമ്പോൾ ഭയങ്കര ദേഷ്യത്തിൽ മാതളം തിന്നുന്നതായിരിക്കും. പുള്ളിക്ക് ഹിന്ദി അറിഞ്ഞോടാത്തോണ്ട് നന്നായി. ഹിന്ദിയല്ല, മലയാളം. അപ്പോൾ ഇതൊന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അല്ല കേട്ടോ ഗ്രേവിയുടെ അവസ്ഥ. ഗ്രേവി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ചിക്കൻ അനാർക്കലി എന്തായി നോക്കട്ടെ. എന്തായി? ഓക്കെ, ചിക്കൻ ഓക്കെ, റെഡി. ചിക്കൻ അനാർക്കലി അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇതിന് നമുക്കൊരു പ്ലേറ്റിലേക്ക് എടുക്കാം അല്ലേ? കാണാനൊക്കെ വളരെ ഗംഭീരമായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പ്ലേറ്റിൻ്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ കുറച്ച് ചപ്പാത്തി കൂടെ കിട്ടണം. ഒരു പുഴുങ്ങിയ മുട്ടയെ 4ആയിട്ട് നമ്മളിപ്പോൾ ഇതുവരെ കണ്ട മറ്റു കാഴ്ചകൾ അല്ലെങ്കിൽ ഈ കുക്കറി ഷോ കാണാതെ ഇത് മാത്രം ഒന്ന് കണ്ടു നോക്കും. ഒരു 5 സ്റ്റാർ ഡിഷ് കയ്യിൽ കിട്ടി. ഇങ്ങനെയൊക്കെയാണ് ഇത് തയ്യാറായി വരുന്നതല്ലേ? ആ മുട്ട ഒന്ന് ചരിഞ്ഞു പോയിട്ടുണ്ട്. എന്തായാലും നിങ്ങളൊന്ന് കണ്ടോളൂ, എന്നിട്ട് ഇതിന്റെ ടേസ്റ്റ് എങ്ങനെ നോക്കാം. ചിക്കൻ അനാർക്കലി ഞാനിങ്ങനെ എടുക്കുകയാണ്. ഇല്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ ഭയങ്കര കലി വന്നു തുടങ്ങും ഈ ആന്തരിക അവയവങ്ങളെ. അപ്പോൾ ഇതിൻ്റെ ഒരു ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. ചിക്കൻ അനാർക്കലി തീർന്നിട്ടില്ല. ഇതിന് കുറച്ച് വിശേഷങ്ങളുണ്ട്, ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇതിൻ്റെ ടേസ്റ്റ് അതുവരെ നിങ്ങളെ ഞാൻ ആകാംക്ഷഭരിതരാക്കുന്നില്ല. ശരിക്കും പേര് പോലെ തന്നെ കേട്ടോ, ഒരു രാജകുമാരി തന്നെ. ഈ അനാർക്കലി എന്ന് കേൾക്കുമ്പോൾ ഒരു രാജകുമാരിയുടെ ഒരു രൂപം ഇവിടെ കൂടെ വരുന്നുണ്ട്. ഈ കറിയുടെ കഴിച്ചപ്പോൾ എനിക്ക് രാജകീയ ഭക്ഷണം. എന്താണ് ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ? ചപ്പാത്തിയാണോ? ചപ്പാത്തി സുന്ദരി പുട്ടു. സുന്ദരി പുട്ടോ? അത് അറിഞ്ഞില്ലല്ലോ. ഓ, ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റിയാണ് കേട്ടോ സുന്ദരി പുട്ട്. അതേ ഉണ്ട്. ഇത് പുട്ടാണോ? ഇത് ശരിക്കും സുന്ദരി തന്നെയാണ് കേട്ടോ. ഇത് നോക്കിയേ, നമ്മൾ ഇതുവരെ കാണാത്ത നല്ല ഭംഗിയുള്ള സുന്ദരിയായിട്ടുള്ള ഒരു 3 പുട്ട്. നമ്മുടെ ഇപ്പോൾ IPL സീസൺ ആണല്ലോ. നമ്മുടെ IPL സ്റ്റമ്പ് പോലെ ഉണ്ട് പുട്ട് കാണാൻ. മേളില്
റെഡ് കളറ്, ഇതെല്ലാം നമ്മുടെ എന്താണ് ഫുഡ് കളറും ചേർത്ത് ഉണ്ടാക്കുന്നില്ലേ കേട്ടോ? ഈ വെജിറ്റബിൾസിന്റെ ഒക്കെ കളറാണ് അല്ലേ? വെജിറ്റബിൾ കളറാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇതൊന്ന് പറഞ്ഞു തരാമോ ഇതിന്റെ കളറുകൾ? ഇത് ബീട്രൂട്ട് കളർ. ബീട്രൂട്ട്, ഓക്കെ. ഇത് ക്യാരറ്റ്. ഓ, ക്യാരറ്റിന്റെ കളറാണ് യെല്ലോ കളർ. പിന്നെ ഇത് ചപ്പാത്തി മാവുള്ള കളർ. ഓക്കെ, ഇത് നമ്മുടെ അരിപ്പുട്ടിന്റെ കളർ. അപ്പോൾ ഇത് ശരിക്കും ഒരു ഫ്യൂഷൻ പുട്ട് കൂടെയാണല്ലോ. നമ്മളെ പുട്ടല്ലേ, പണ്ടൊക്കെ നമ്മളെ പുട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളികളുടെ മാത്രം പുട്ടായിരുന്ന, നമ്മുടെ അടുക്കളയിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പിന്നീട് പിൽക്കാലത്ത് നല്ല തള്ളിൻ്റെ ഏറ്റവും നല്ല ഫുഡായി മാറിയ അല്ലേ, പുട്ടിനെ ഇങ്ങനെ നമ്മൾ തള്ളിയാണല്ലോ ഇറങ്ങണത്. അങ്ങനെയൊക്കെ ഒതുങ്ങി നിന്ന പുട്ട് ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്ന് ആലോചിച്ച് നോക്കൂ. നമുക്കറിയാം നമ്മുടെ സിനിമാ താരം ദിലീപേട്ടൻ്റെ ദേ പുട്ടുകട, അങ്ങനെ പുട്ടിന്ന് വേറെ വലിയ ലെവലിലൊക്കെ പോവുകയാണ്. അപ്പോൾ നമ്മുടെ സ്വന്തം തിരുവനന്തപുരത്തെ പഴവങ്ങാടി ഗണപതിയുടെ തൊട്ട് സൈഡിലായിട്ട് ഒരു പുട്ട്, നമ്മുടെ സുന്ദരി പുട്ട്. എനിക്കത് ഇഷ്ടപ്പെട്ടു കേട്ടോ. ആ കറിയാണെങ്കിൽ അതിലും അതിഭയങ്കരമായിട്ടുള്ള ഒരു സുന്ദരി അനാർക്കലി. അപ്പോൾ ഇതിൻ്റെ ഒരു കോമ്പിനേഷനാണ് ഇവിടുത്തെ ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഞാനൊരു പ്ലേറ്റിലേക്ക് ഒരു പുട്ടിങ് എടുത്തു. ഇതിൻ്റെ ഒരു ടേസ്റ്റ് നോക്കട്ടെ. ഇത് കറി വയ്ക്കാൻ പറ്റിയ നമ്മളാരും പഠിപ്പിച്ചു തരണ്ടല്ലോ. ശരിക്കും പുട്ട് നമ്മുടെ എന്താണ് എന്തൊക്കെ ഫ്യൂഷൻ എന്ന് പറഞ്ഞാലും പുട്ട് നമ്മളിങ്ങനെ കൈകൊണ്ട് കുഴച്ച് കഴിക്കുന്നതിൻ്റെ സുഖം വേറെയാണ്. അപ്പോൾ ഓരോന്നും ഒന്ന് നോക്കട്ടെ. ആഹാ, ഇത് ഭയങ്കര ടേസ്റ്റ് ആണല്ലോ. അറിഞ്ഞൂടാത്ത ഈ ക്യാരറ്റിന്റെ കളറും കൂടെ നോട്ടെ. അതെ, അപ്പൊ ഇവിടെ നല്ല തിരക്കായിരിക്കുമല്ലോ. ചുമ്മാ അല്ലല്ലേ ഞങ്ങൾ രാവിലെ വന്നപ്പോൾ വണ്ടി ഇടാൻ പോലും പറ്റാണ്ടിരുന്നത്. എത്ര മണി വരെ ഉണ്ടാവും ഇവിടെ രാത്രി? ഇത് ചിക്കൻ അനാർക്കലി 12 മണി ടു രാത്രി 11 മണി. രാത്രി 11 മണി വരെ ഉണ്ട്. ഉച്ചയ്ക്ക് 12 മണി, രാത്രി 11 മണി. അടിപൊളി. അപ്പോൾ ഉച്ചയ്ക്ക് 12 മണിക്ക് ഇവിടെ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിന്റെ ആരാധകർ ഇവിടെ എത്തുന്നത് രാത്രി 11 മണി വരെ. ഈ സുന്ദരി പുട്ടും നമ്മുടെ അനാർക്കലി അല്ലാണ്ട് വേറെ എന്തൊക്കെയാണ് ഈ സൈഡ് ഡിഷ് ഉള്ളത്? ചിക്കൻ ചില്ലി ഉണ്ടോ, ചിക്കൻ റോസ്റ്റ് ഉണ്ടോ, ചിക്കൻ മസാല ഉണ്ടോ, ബട്ടർ ചിക്കൻ ഉണ്ടോ, കടായി ചിക്കൻ ഉണ്ടോ, പനീർ ചില്ലി ഉണ്ട്, പനീർ ബട്ടർ മസാല ഉണ്ടോ, ഗോബി മഞ്ചൂരിയൻ ഉണ്ടോ, ചില്ലി ഗോബി ഉണ്ടോ, പനീർ മസാല ഉണ്ടോ, മഷ്റൂം മസാല ഉണ്ടോ, വേറെ ഒരുപാട് ഐറ്റം ഉണ്ട്. പക്ഷേ സ്റ്റാർ ഈ സുന്ദരി പുട്ടാണല്ലേ? പിന്നെ ഊണും ഒക്കെ ഉണ്ടല്ലേ ഇവിടെ? ഊണുണ്ടോ? ഏത് സമയത്ത് വന്നു കഴിഞ്ഞാലും ബ്രേക്ക്ഫാസ്റ്റ് തൊട്ടേ ഇവിടെ ഉണ്ട്. ബ്രേക്ക്ഫാസ്റ്റും ഉണ്ട്. നമ്മളിപ്പോ എല്ലാവർക്കും ഒരു ഡൗട്ട് കാണുമല്ലേ, ഈ അമ്പലത്തിന്റെ തൊട്ടടുത്ത് വരുമ്പോ വലിയ വെജിറ്റേറിയൻ ആയിരിക്കും, എല്ലാം കടിച്ചു പറിക്കാൻ വല്ലതും കാണുമെന്നൊക്കെ അങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട് എന്നെ പോലുള്ള. അവർക്ക് വേണ്ടിയിട്ടാണ് ഇത്. കുറെ കാലമായിട്ടുള്ള നഗരവാസികളുടെ ഒരു എന്താണ് രുചിയുടെ പര്യായം കൂടെയാണ് കേട്ടോ ഈ അമ്മാസ് ഇവിടത്തെ. അപ്പൊ ഇനി കൂടുതലൊന്നും പറയാനില്ല. എങ്ങനെയാണ് നമ്മുടെ ഈ ചിക്കൻ അനാർക്കലി തയ്യാറാക്കുന്നതെന്ന് ഒന്നുകൂടെ കാണണ്ടേ? ഇതേ വരുന്നു ഒരു റീക്യാപ്പ്. അങ്ങനെ ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പെപ്പറിന്റെ യാത്ര ഇങ്ങനെ കറങ്ങി എത്തിയത് ഇന്ന് നമ്മുടെ തിരുവനന്തപുരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചാലക്കമ്പോളം മുതൽ പഴവങ്ങാടി ക്ഷേത്രം, പത്മനാഭസ്വാമി ക്ഷേത്രം, പിന്നെ നമ്മുടെ പ്രധാനപ്പെട്ട സിറ്റി ബസ്സുകളുടെ ആസ്ഥാന കേന്ദ്രമായ നമ്മുടെ കിഴക്കേക്കോട്ട ബസ് സ്റ്റാൻഡ്, ഇതിൻ്റെയൊക്കെ ഒരു ഹാർട്ടിൽ നിന്ന് നിൽക്കുന്ന ഒരു സ്ഥാപനമാണ് നമ്മുടെ പഴവങ്ങാടിയിലെ അമ്മാസ് റെസ്റ്റോറൻറ്റ്. രുചിയുടെ ഒരു അതുമാത്രമല്ല, ഏറ്റവും കൂടുതൽ ഒരു അധ്വാന വിഭാഗത്തിൻ്റെ ഒരു ഏരിയ കൂടെയാണിത്. അവരുടെയൊക്കെ വയറ് നിറയ്ക്കുന്ന ഒരു സ്ഥാപനത്തിൽ കൂടെയാണ് ഇന്ന് എത്തിച്ചേർന്നത്. അപ്പോൾ ഇവിടെ വന്ന് കിട്ടിയ വിഭവം ഗംഭീരമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്ന് എനിക്ക് മനസ്സിൽ നിന്ന് ഇപ്പോഴും ആ പുട്ടിൻ്റെ കൗതുകം പോകുന്നില്ല. സുന്ദരി പുട്ട് കാണാനൊക്കെയുള്ള ഒരു ഭംഗിയും, കൊച്ചു പിള്ളേർക്കൊക്കെ ഒരു കുറ്റി പുട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഭംഗി വെച്ചിട്ട് ഞാൻ ചുവപ്പ് തീർത്തു അടുത്ത് മഞ്ഞ തീർക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് പിള്ളേർക്ക് മത്സരിച്ച് കഴിക്കാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. പിന്നെ നമ്മുടെ ഇന്നത്തെ പേര് കൊണ്ട് വ്യത്യസ്തമായ അല്ലെങ്കിൽ രുചി കൊണ്ടും അതുപോലെ തന്നെ വ്യത്യസ്തമായിരുന്ന ചിക്കൻ അനാർക്കലിയുടെയും കഥ തൽക്കാലം ഇന്നത്തെ എപ്പിസോഡിൽ ഇവിടെ തീരുകയാണ്.
അടുത്ത ആഴ്ച ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പെപ്പറിൽ ഇതുപോലെ മറ്റൊരു സ്ഥലത്തെ വിശേഷവും അവിടുത്തെ രുചിയുടെ കഥയുമായിട്ട് വീണ്ടും വരാം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. തൽക്കാലം പിള്ളേർക്കൊക്കെ ഇപ്പോൾ വെക്കേഷനൊക്കെ അല്ലേ, നല്ല ചൂടൊക്കെ തുടങ്ങിയിട്ടുണ്ട്. വെയിലത്തൊന്ന് ഇറങ്ങി ചാടിയൊന്ന് കളിക്കല്ലേ. ഓരോ ദിവസവും ഓരോരുത്തരാണ് വെയിലൊക്കെ കൊണ്ട് താഴെ വീഴുന്നത്. അപ്പോൾ എല്ലാവരും ആരോഗ്യം സൂക്ഷിക്കുക, നന്നായിട്ട് ഭക്ഷണം കഴിക്കുക, വെള്ളവും കുടിക്കുക എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഇനിയും ഒന്നും പറയാനില്ല. അടുത്ത ആഴ്ച വീണ്ടും കാണാം. ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പെപ്പർ. ഒരു ടാറ്റ പറയുമോ? you